السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد. കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും അവർക്കുണ്ട്. സുഖിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്, രസിപ്പിക്കുവാൻ തിരുമാറുകൾ നിലയുണ്ട്. ചാനും ചെരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട്, മിസ്കിന്റെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാർ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇന്ന് എനിക്കിവിടെ പറയാൻ കിട്ടിയ വിഷയം സ്വർഗം എന്നതിനെ കുറിച്ചാണ്. ആ സ്വർഗത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. ഞാൻ അതിലുള്ള കുറച്ചൊരു മരത്തെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട്, വിശാലമായ ഒരു മരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് സ്വർഗം എന്നറിയുമോ? ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവനും പറഞ്ഞാലും തീരാത്ത ഒറ്റേ ഒരു സംഭവമേ ഉള്ളൂ. ആ സംഭവമാണ് ഈ പരിശുദ്ധമായ സ്വർഗം. ആ വിശാലമായ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ധാരാളം സൽക്കർമ്മങ്ങളും സദഖകളും പല പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതല്ലേ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിൽ അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന വിജ്ഞമായ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ എന്തെന്നറിയുമോ? അതിലുള്ള വിശാലതയെ കുറിച്ച് അറിയുമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആ സ്വർഗത്തിലെ ഒരു തണൽ മരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ആ സ്വർഗത്തിലെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ആ സ്വർഗത്തിലൊരു വിശാലമായ ഒരു തണൽ മരമുണ്ട്. ആ മരത്തെ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്താം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തുൽ ശജറതു
നിശ്ചയം സ്വർഗത്തിലൊരു തണൽ മരമുണ്ട്. ആ സ്വർഗത്തിന്റെ തണൽ മരത്തിലൂടെ ഏതെങ്കിലും വ്യക്തി കടന്നു പോയാൽ അതിൻ്റെ അടിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ മരം വിട്ടിട്ട് അവൻക്ക് കടക്കാൻ കഴിയൂല. ആ മരത്തിന്റെ അടിയിലൂടെ അവൻ പോയി കഴിഞ്ഞാലും അത് എത്ര വർഷമെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മിഅത്തസ്സന, അത് 100 വർഷമായാലും ശരി, ആ മരത്തിന്റെ അടിയിലൂടെ ലാ യുഖ്തഉഫ, ആ മരത്തിന്റെ അടിയിലൂടെ ആ സഞ്ചരിക്കുന്നവർക്ക് അത് വിട്ടുകിടക്കാൻ കഴിയൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഞാനാ നിങ്ങളുടെ മുന്നിലൊക്കെ പറയുന്നതെങ്കിൽ അതൊക്കെ കുറച്ച് ഓവറായി പോയത്. കാരണം 100 വർഷക്കൊരു മരത്തിന്റെ അടിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും ചില്ലറ കാര്യമല്ല. എത്രത്തോളം എന്നറിയുമോ? അബൂജഹല് പോലും പറയുമായിരുന്നത്രേ, അല്ലാഹുവിന്റെ റസൂല് ഒരിക്കലും കള്ളം പറയൂല, ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. അത്രക്കും വിശ്വസ്തനായ ആളാണ് പറയുന്നതെങ്കിൽ ഈ സംഭവം നമ്മൾ മനസ്സിലാക്കി വിശ്വസിച്ചേ പറ്റൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ സ്വർഗത്തിൽ പോകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പുണ്യമായ സ്വർഗമാണ് നാം 5 വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാഹ്, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. അത് എങ്ങനെയുള്ള സ്വർഗമാണെന്നറിയുമോ? അല്ലാഹുവിന്റെ അമ്പിയാക്കളും മുർസലീങ്ങളും സ്വാലിഹീങ്ങളും റസൂലീങ്ങളും കിടക്കുന്ന പുണ്യമായ സ്വർഗമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പുണ്യമായ സ്വർഗം ചോദിക്കാൻ നമ്മൾക്ക് അർഹതയുണ്ടോ? കാരണം ഇമാമായി നിസ്കരിക്കുമ്പോ ഇമാമ സുജൂദിലേക്കും റുകൂഇലേക്കും പോകുന്നതല്ലാതെ അവനക്ക് നിസ്കാരത്തെ പറ്റി വേറെ ചിന്തയില്ല. അവൻ നിസ്കാരത്തിലും ഭൗതികമായ കാര്യങ്ങളെ ചിന്തയിലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലുകളും അമ്പിയാക്കളും കൊടുക്കുന്ന പുണ്യമായ സ്വർഗ്ഗം നമ്മളിൽ കടക്കാൻ പറ്റുമോ? നല്ല അല്ലാഹുവിന്റെ റസൂലുകളായ സ്വർഗ്ഗത്തിൽ കടക്കണ്ടേ? ധാരാളം നിസ്കരിക്കുകയും അല്ലാഹുവിലേക്ക് ഇബാദത്തുകയും ചെയ്യണേ. ആ പുണ്യമായ സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ കള്ളല്ല കള്ള്, ഇവിടുത്തെ ഭക്ഷണമല്ല ഭക്ഷണം, ഇവിടുത്തെ ജീവിതമല്ല ജീവിതം, ഇവിടുത്തെ പെണ്ണല്ല പെണ്ണ്, ഇവിടുത്തെ ലോകമല്ല ലോകം. ഇതൊക്കെ വരാനുണ്ട്. ആ സംഭവങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ ആ പുണ്യമായ സ്വർഗത്തിൽ പ്രവേശിക്കണം. പ്രിയപ്പെട്ടവരെ, അതാണ്, ആ സംഭവങ്ങളാണ് നാം എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. എല്ലാ 5 വക്ത നിസ്കാരങ്ങൾക്ക് ശേഷം അല്ലാഹുവിനോട് ചോദിക്കണം, സ്വർഗം നൽകണേ അല്ലാഹ്. ഇതല്ലേ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തെ പറ്റി വിശദീകരിക്കുന്ന ഒരു ഭാഗത്ത് കാണാം, ഒരു പോയിന്റ് ആക്കിയിട്ടിട്ട് പറയുന്നുണ്ട്, ആ സ്വർഗത്തിൽ ഒരു കല്ലുണ്ടോ,
ആ കല്ല് സ്വർണമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രക്കും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പുണ്യമായ വിശാലമായ സ്വർഗം എത്ര പറഞ്ഞാലും തീരാത്ത അത്രക്കും മനോഹരമായ സംഭവമാണ് സ്വർഗം. പ്രിയപ്പെട്ടവരെ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്ത അത്രക്കും വിശാലമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്ത, അവൻ എത്ര സങ്കല്പിച്ചാലും 100 ഏക്കറാവട്ടെ 200 ഏക്കറാവട്ടെ, അവൻ എത്ര സങ്കല്പിച്ചാലും ആ സ്വർഗത്തെ അതിൽ കണക്കാൻ ഒരാൾക്കും കഴിയുകയില്ല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ സ്വർഗത്തിന്റെ മുമ്പിൽ പോയിക്കൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ആ സ്വർഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നാളെ മഹ്ശറ മൻസബയിൽ നമ്മൾ അങ്ങനെ കാണിക്കുമ്പോ അല്ലാഹു നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോ, ആ പടച്ച റബ്ബ് നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോ, അല്ലാഹുവിന്റെ മുന്നിൽ വെച്ചിട്ട് നാം വിശ്വാസികളായ നമ്മളെ ആ സ്വർഗം എങ്ങനെ കാണിക്കുമ്പോ നമ്മൾ അവിടെ കിടന്ന് വേജാറടിച്ചു പോകൂ. ആ അത്തര ഘട്ടത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിന്റെ മുന്നിലേക്ക് ഇങ്ങനെ അല്ലാഹു ആ വിശാലമായ സ്വർഗം ഇങ്ങനെ കാണിക്കുമ്പോ നീ അവിടെ കിടന്നിങ്ങനെ വേജാറടിക്കും. അതൊക്കെയല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടതും. എന്തുകൊണ്ടും അനുഗ്രഹീതമായ സംഭവമാണ് സ്വർഗം. ആ സ്വർഗമല്ലേ നീ ആഗ്രഹിക്കുന്നത്? ആ സ്വർഗമല്ലേ നീ ആഗ്രഹിക്കുന്നത്? ആ സ്വർഗം നിന്റെ അഭിലാഷമല്ലേ, നിന്റെ ആഗ്രഹമല്ലേ? നീ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ ആ സ്വർഗം ലഭിക്കാനല്ലേ? എന്നിട്ടും നീ ഇങ്ങനെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നത് അത് തെറ്റായ കാര്യമല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നാം അല്ലാഹുവിലേക്ക് അലിഞ്ഞു ചേരേണ്ട സംഭവമാണ്. അലിഞ്ഞു ചേർന്ന് അല്ലാഹുവിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ അവനത് തട്ടൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതും നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടും ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും ഇസ്ലാം വളരെ ലളിതമാണ്. ഏത് കാര്യമാവട്ടെ, ഏതൊരു സാഹചര്യം എടുത്തു നോക്കിയാലും നമ്മുടെ ഇസ്ലാം വളരെ അധികം ലളിതമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം ലളിതമായിട്ടും നമ്മൾ പല ആളുകളും നമ്മൾ അതിലേക്ക് മൈൻഡ് ചെയ്യുന്നില്ല. അതിനൊക്കെ നാളെ അല്ലാഹു പടച്ച റബ്ബിന്റെ മുന്നിൽ നാം ഹിസാബ് പറയേണ്ടി വരും. അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിലേക്ക് അലിഞ്ഞു ചേരാൻ, അല്ലാഹുവിന്റെ അമ്പിയാക്കളിലേക്കും മുർസലീങ്ങളിലേക്കും നബിമാരിലേക്കും ധാരാളം അടുക്കണം. അത് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത്, ആ പുണ്യമായ സ്വർഗത്തിൽ നാളെ പടച്ച റബ്ബ് ആ മഹ്ശറ വൻസഭയിൽ ഇങ്ങനെ നടന്നു വരുമ്പോ അല്ലാഹു നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വരും. ആ വിശാലമായ സ്വർഗം നമ്മങ്ങനെ കൺമുന്നിൽ ഇങ്ങനെ കാണിക്കുമ്പോ നമ്മൾ കിടന്ന് ഇങ്ങനെ വേജാറാവും. ആ അവസ്ഥ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്.
അതല്ലേ ഞാൻ തുടക്കത്തിൽ ഓർമ്മിപ്പിച്ചത്. ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിൽ അൻഹാർ. നിന്റെ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പുണ്യമായ വിശാലമായ സ്വർഗമുണ്ടല്ലോ. ആ പുണ്യമായ വിശാലമായ സ്വർഗത്തിൽ കടക്കണം അല്ലാഹ്. ഞങ്ങളെ നീ കടത്തണേ അല്ലാഹ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നു, ഫഖാന അർളുഹും മിസ്കൂ. ആ സ്വർഗത്തിലുള്ളവരുടെ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ ഒഴുകുന്ന വിയർപ്പുണ്ടല്ലോ, അത് കസ്തൂരിയുടെ സുഗന്ധമാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എത്രത്തോളം എന്നറിയുമോ? ആ സ്വർഗത്തിലെ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ ഒഴുകുന്ന ആ വിയർപ്പിനാണത്രേ കസ്തൂരിയുടെ സുഗന്ധം എന്ന് പറയാം. എത്ര മഹത്തമാണ്! നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും നിങ്ങളെ. ഒരു സ്വർഗത്തിലെ ഒരു കല്ല് പോലും സ്വർണമാണെന്ന് പറയുമ്പോ അത്രക്കും വിശാലമല്ലേ സ്വർഗം? എത്രത്തോളം ഒരു മുഅ്മിനായ ആള് ആ സ്വർഗത്തിന്റെ ഗ്രന്ഥിയിലൂടെ ഒഴുകുന്ന കസ്തൂരിയുടെ സുഗന്ധം അവർക്ക് കിട്ടണമെങ്കിൽ അവൻ അല്ലാഹുവിലേക്ക് അടുക്കണം, അവൻ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം. ആ പുണ്യമായ സ്വർഗത്തിൽ പ്രവേശിക്കാതെ ആ കസ്തൂരിയുടെ സുഗന്ധം ലഭിച്ച ഒറ്റയൊരാളുള്ളൂ, അതാണ് ശഫീഉനാ റസൂലുള്ളാഹ്. ആ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പാത പിന്തുടർന്നാൽ അവനിക്ക് സ്വർഗം ഉറപ്പാണ്. അതല്ലേ താഴ്വാസ്താദിന്റെ വയറ്റിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതിലുണ്ട് തോട്ടവും മുന്തിരിയും മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. വളരെയധികം അർത്ഥമാക്കുന്ന വരിയാണ് താഴ്വാസ്താദ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സ്വർഗത്തിന്റെ വിശാലതയെ കുറിച്ച് ഞാൻ പറയുമ്പോ താഴ്വാസ്താദ് പാടിയില്ലേ, മടിയില്ല റബ്ബേ വാങ്ങുവാനായി വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീയൊരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കല മന്നാനേ. റബ്ബേ നീ തന്നോ, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങാനൊരു മടിയുമില്ല റബ്ബേ. ആ വീട് വാങ്ങാനായി എനിക്കൊരു മടിയുമില്ല റബ്ബേ. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. ആ സ്വർഗത്തെ കിട്ടാൻ നല്ല ആഗ്രഹമുണ്ട് റബ്ബേ, എനിക്ക് നൽകുമോ? ആ പുണ്യമായ സ്വർഗം നമ്മൾക്ക് നീ നൽകണേ അല്ലാഹ്. അതിലേക്ക് നീയൊരു പാസ് താമന്നാനേ, അതിലേക്ക് നീയൊരു സമ്മതം നൽകണം. നിന്റെ സമ്മതം ഉണ്ടെങ്കിലേ ആ പുണ്യമായ സ്വർഗത്തിൽ കടക്കാൻ കഴിയൂ. വേറെ ഒരാളുടെ സഹായം കൊണ്ട് കടക്കാൻ കഴിയൂല. അത് നിന്റെ പക്കല, അത് നിന്റെ പക്കൽ ഉള്ളതാ മന്നാനേ. അല്ലാഹുവിനോട് പറയുന്നു, അതിലേക്ക് കടക്കണമെങ്കിൽ നിന്റെ സമ്മതം വേണം കേട്ടോ.
അത് നിന്റെ പക്കലുള്ളതാണ്. ആ നിന്റെ പക്കലുള്ളതായ വിശുദ്ധമായ പുണ്യമായ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ കടക്കണമെങ്കിൽ നിന്റെ സമ്മതം വേണം. നീ സമ്മതം നൽകണേ അല്ലാഹ്. ആ പുണ്യമായ സ്വർഗമുണ്ടല്ലോ, നിന്റെ മലക്കുകൾ കിടന്നുറങ്ങുന്ന സ്വർഗമുണ്ടല്ലോ, നിന്റെ അമ്പിയാക്കൾ കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ, നിന്റെ പ്രവാചകന്മാരുള്ളതായ സ്വർഗമുണ്ടല്ലോ, നിന്റെ പാലരുവികളും തേനരുവികളും ഒഴുകുന്ന സ്വർഗമുണ്ടല്ലോ, നിന്റെ ഒരു കല്ല് സ്വർണമാകുന്ന സ്വർഗമുണ്ടല്ലോ, കള്ളാറൊഴുകുന്ന സ്വർഗമുണ്ടല്ലോ, പൂന്തോട്ടമുള്ളതായ സ്വർഗമുണ്ടല്ലോ. അവ്വല് മുതൽ ആഖിർ വരെ ചോദിച്ചു കഴിഞ്ഞാലും നിന്റെ കയ്യിൽ തരാനുള്ളതായ സ്വർഗമുണ്ടല്ലോ. ആ പുണ്യമായ സ്വർഗമുണ്ടല്ലോ, എന്ത് വലിപ്പമുള്ള സ്വർഗമാണ്. ആ പുണ്യമായ സ്വർഗത്തിൽ കടക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ക്ഷമിക്കണം. അവന്റെ ജോലി കാര്യമാവട്ടെ, അവന്റെ കുടുംബ ജീവിതമാവട്ടെ, അവന്റെ ഭാര്യ ഭർത്താക്കന്മാരുള്ള ജീവിതമാവട്ടെ, അവന്റെ ഏത് കാര്യങ്ങളിലും ക്ഷമിച്ചു കഴിഞ്ഞാൽ അവനക്ക് സ്വർഗമുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം അല്ലാഹു സ്വാലിഹായി സ്വീകരിക്കുമാറാവട്ടെ. പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എന്തുദ്ദേശം വെച്ചാണോ? എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. പല മുറാദുകളുമുണ്ട്, എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളൊരു സ്ഥാപനവും ഉദ്ദേശിക്കുന്നു, പള്ളി ഉദ്ദേശിക്കുന്നു, എല്ലാം ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്, നീ നിറവേറ്റണേ അല്ലാഹ്. അതിനുവേണ്ടി വിദേശത്ത് പോയിട്ടുണ്ട് റബ്ബേ, നീ സലാമത്തിലാക്കണേ റബ്ബേ. എല്ലാ കാര്യങ്ങളും നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. നമ്മളൊരു അഭിലാഷമാണ് ഒരു സ്ഥാപനവും ഒരു പള്ളിയും. അതിനുവേണ്ടി സഹായിച്ച ഒരാളെ നീ ഹായിബാക്കല്ലേ അല്ലാഹ്. വിദേശത്തുള്ളതായ എല്ലാവർക്കും ദീർഘായുസ്സും നല്ല ജോലിയിൽ വർക്കത്തും ശമ്പളവും ഏറ്റെടുക്കണേ റബ്ബേ. ഒരു പ്രയാസവും നൽകല്ലേ റബ്ബേ. എല്ലാ കാര്യങ്ങളും നീ ഖൈറിലാക്കണേ അല്ലാഹ്. ഒന്നും നീ വെറുതെയാക്കല്ല റബ്ബേ. പല ആളുകളും ദുആ ചെയ്തു, നീ ദുആ ചെയ്യാൻ പറഞ്ഞ് സ്വീകരിക്കണേ റബ്ബേ. അവരുടെ ഒരു മുറാദും നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. എല്ലാം നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി അവരെ ജീവനടക്കം കളയുന്ന റബ്ബേ, നീ ഹാസിലാക്കണേ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് മക്കയും മദീനയും കാണാനല്ല ആഗ്രഹമുണ്ട്, അതിമോഹമാണ്, അഭിലാഷമാണ്. ഖൈർ എപ്പോഴാണോ നീ ഞങ്ങളെ അടുപ്പിക്കണേ റബ്ബേ. എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. വരുമാന വഴികൾ തുറന്നു നൽകണേ റബ്ബേ. ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിന്റെ ഇടയിൽ പിന്നിപ്പോ ഇട്ട് നൽകല്ലേ അല്ലാഹ്. ഹസദ് നൽകല്ലേ അല്ലാഹ്. റിയാഅ നൽകല്ലേ അല്ലാഹ്. കുനിട്ട് നൽകല്ലേ അല്ലാഹ്. മറ്റുള്ളവരോട് വിദ്വേഷവും ഒന്നും നൽകല്ലേ റബ്ബേ. നമ്മളെ എല്ലാ ഭാഗവും പറയുന്ന റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ റബ്ബേ. ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. സുന്നി ജമാഅത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മാതാപിതാക്കളുടെ ശ്രദ്ധ നിലനിർത്തണേ അല്ലാഹ്. ആരുടെ ശ്രദ്ധത്തെ നിലനിർത്തണേ അല്ലാഹ്. അവരെ നീ തളർത്തല്ലേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റബ്ബേ. ഞങ്ങൾ നന്നായി കാണാൻ ആഗ്രഹമുണ്ട്, അഭിലാഷമുണ്ട്, നീ റാഹത്തിലാക്കണേ റബ്ബേ. എല്ലാ കാര്യങ്ങളും നീ സലാമത്തിലാക്കണേ അല്ലാഹ്. വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, റാഹത്തിലാക്കണേ അല്ലാഹ്. പറമ്പെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, റാഹത്തിലാക്കണേ അല്ലാഹ്. ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഞാനടക്കം ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നീ റാഹത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ സലാമത്താക്കണേ അല്ലാഹ്. നമ്മളെ എല്ലാ കാര്യവും പറയുന്ന റബ്ബേ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഒന്ന് നീ വെറുതെയാക്കല്ല റബ്ബേ. മുദരിസുമാരാവണം, ഖത്തീബുമാരാവണം, നല്ല മാലിമീങ്ങളാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്.
കൊണ്ട് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അടുത്തുള്ളതായ തൊട്ടടുത്തുള്ളതായ മഹാന്മാരുടെ ഹുബ്ബ് വെക്കൂ. നമ്മളെല്ലാ മഹാന്മാരെയും ഹുബ്ബ് വെക്കുന്നു അല്ലാഹ്. അവരുടെ മദദൊക്കെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാ മഹാന്മാരുടെ ഖബറിലും ഞങ്ങളെ സിയാറത്ത് ചെയ്യുന്നു, സന്ദർശിക്കുന്നു. അവരെ ഉയർത്തിയതുപോലെ ഞങ്ങളും ഉയർത്തണേ റബ്ബേ. അവരെ മദദ് നൽകണേ അല്ലാഹ്. അവരെ ദർജ നീ ഉയർത്തണേ റബ്ബേ. അല്ലാഹ്, അടുത്ത് വലിയ സയ്യിദവറുകൾ ഖുറാതങ്ങൾ മരണപ്പെട്ടു പോയി. നീ അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗപൂർവ്വമാക്കണേ റബ്ബേ. ഞങ്ങളെ അടുത്തുമായ വലിയ ബന്ധമുള്ള ഉസ്താദായി തങ്ങളായിരുന്നു. നീ ദീർഘായുസ്സ് ഞങ്ങളടുത്ത് വലിയ ബന്ധമുള്ള ഉസ്താദായി തങ്ങളായിരുന്നു. മരണപ്പെട്ടു പോയി. ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് ഞങ്ങളെ കുടുംബത്തിലുള്ളവർക്ക് നൽകണേ റബ്ബേ. മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാം നീ സ്വാലിഹായ അമലാക്കണേ അല്ലാഹ്. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.